അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റാണിത്. ഇത് ശ്രീകാര്യം കഴിഞ്ഞിട്ട് വരുമ്പം ചെമ്പഴന്തി കഴിഞ്ഞിട്ട് അണിയൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഏകദേശം ഇത്രയും കാടാണ് കണ്ടോ, നല്ല രീതിക്ക് കാടുണ്ട്, നല്ല പണിയുണ്ട് ഇവിടെ. മറ്റുള്ള സൈറ്റുകൾ പോലെ അല്ല, ഇവിടെ ഇച്ചിരി ഏകദേശം നല്ല വർക്ക് വരും. കാരണം ഇത് മെഷീന് രണ്ടുപേരെങ്കിലും ഓടിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. പെട്ടെന്ന് നീങ്ങുന്ന പണിയല്ല. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഇത്ര ഉണ്ടെന്ന്. നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 മണിക്കൂറിനകത്ത് നമ്മൾ ഈ പരിപാടി ഏകദേശം കൊടുക്കും. അപ്പം ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. നമ്മുടെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരാൾ പൊക്കത്തിൽ കിടന്ന കാടാണ് ഇത്രയും നല്ല ക്ലിയർ ആക്കി തന്നിട്ടുള്ളത്. ഇതാ ഇവിടെ കണ്ട് ഇതെല്ലാം വെട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടോ, അല്ലാതെ ഇത് ബാക്കിയുള്ളതല്ല. ഇതെല്ലാം നമുക്ക് പിന്നീട് ഉണങ്ങിയതിന് ശേഷം തൂത്ത് വൃത്തിയാക്കി ഒന്ന് തീയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇപ്പോഴും തീയിട്ട ഇത് കത്തില്ലല്ലോ. പണിക്കാരെ വിളിച്ചിത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തായാലും ദിവസവും കൂടുതലെടുക്കും, പണിക്കാരും കൂടുതൽ വേണം, അതുപോലെ തന്നെ കൂലിയും കൂടുതൽ കൊടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ മിഷ്യൻ വെച്ചിട്ടുള്ള കാട് തെളിയിക്കൽ. അതാകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുകയും ചെയ്യും, ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകില്ല. അങ്ങനെ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഈ ചേനയൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം വെട്ടിയതാണ്, വെട്ടാത്തതല്ല കേട്ടോ. വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി നോക്കി അറിയാൻ പറ്റും. അടിവശം എല്ലാം ഇതേണ്ട കട്ടായി പോയിട്ടുണ്ട്. ഏകദേശം തറയാണ് കാണുന്നത്. എല്ലാം കട്ടായി പോയ ഭാഗങ്ങളാണ്, കട്ടായി കിടക്കും. ഇത് 2 ദിവസം പൂർണ്ണമായിട്ടുള്ള വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, കരിഞ്ഞു പോകും. അതുപോലെ തന്നെ നമുക്കിനി ബാക്കി മിഷന് കട്ട് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ വെട്ടി മാറ്റി കൊടുക്കും. കത്തിക്കൊക്കെ വെട്ടി റെഡിയാക്കി നമ്മൾ മാറ്റും. ഇതൊക്കെ എനിക്ക് 1 വർഷത്തെ 1.5 വർഷമായി കാട് തെളിക്കാതെ കിടന്ന സ്ഥലങ്ങളാണ്. മരത്തിലൊക്കെ നിറഞ്ഞ് കിടന്നായിരുന്നു, നമ്മളെല്ലാം വലിച്ച് താഴെയിട്ടിട്ടുണ്ട്. അപ്പം മിഷ്യൻ വെച്ച് വെട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ഈ വലിയ കാടുകളൊക്കെ പെട്ടെന്ന് ആൾ കയറി വെട്ടുക എന്ന് പറഞ്ഞാൽ ചിലരങ്ങ് മടിക്കും, ചെയ്യത്തില്ല. കാരണം ഇഴജന്തുക്കളൊക്കെ ഒരുപാട് കാണുമല്ലോ, കുറേ നാൾ കൊണ്ടൊക്കെ തെളിക്കാതെ കിടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം മിഷ്യൻ ഇട്ട് ഓടിക്കാൻ നമുക്ക് പേടിയില്ല. ഒന്നും മരുന്ന് നമ്മുടെ ദേഹത്തിന് കാലിലോ വല്ലതും കടിക്കുക, അതല്ല നമ്മൾ ഷൂ ഇട്ടുകൊണ്ടൊക്കെ ചെയ്യുന്നത്. എന്നാൽ തന്നെയും ഈ ഒരാളൊക്കെ 1-2 പേരൊന്നും വരത്തില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി. എങ്കിൽ പിന്നെ ഇങ്ങനെ ഈ പണി നമുക്ക് കിട്ടത്തില്ല. ആരും ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ്, അത്രയും വലിയ വർക്കായതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. നമ്മുടെ കൂടെ 2-3 പണിക്കാർ വേറെ ഉണ്ട്, 2-3 സൈറ്റിലായിട്ടൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം ആരും ചെയ്യാത്ത വർക്കുകളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേരെ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റാത്ത വർക്കുകളൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യും, എത്ര വലിയ വർക്കായാലും നമ്മൾ ചെയ്യും, എത്ര കൂടുതൽ സ്ഥലമായാലും ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ കൊല്ലത്തൊക്കെ നമുക്ക് ഒരുപാട് വർക്കിന് വിളിച്ചു. അപ്പം ഈ ആഴ്ച കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ അടുത്ത് തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് വർക്കുണ്ട്, അത് തീർത്തിട്ടേ നമുക്ക് പോകാൻ പറ്റും. അതുപോലെ കാലാവസ്ഥ ഇപ്പം ഭയങ്കര മോശമായിട്ട് നിൽക്കുക. അങ്ങനെ ഏത് വർക്കായാലും നമ്മൾ ചെയ്യും. ഇതിൻ്റെ പുല്ലടിയുടെ ഏത് വർക്കായാലും നമ്മൾ ചെയ്യുന്നുണ്ട്, തിരുവനന്തപുരത്തായാലും. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലോട്ടൊക്കെ കൂടുതൽ വേണം, എങ്കിലേ നമ്മൾ വരാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെയൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പണി ഒരുപാടുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ, നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് സൈറ്റ് കണ്ടിട്ട് പറഞ്ഞിട്ട് ചെയ്യും.